ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു 2-3 മിനിറ്റത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് ചോറിട്ടിട്ട് ചട്ടിച്ചോറിൻ്റെ ഒരു കുഞ്ഞൊരു ചട്ടിച്ചോറ്, ഇവിടെയുള്ള ശകലം കറികളൊക്കെ വെച്ചിട്ട് കേട്ടോ, ഒരു ചട്ടിച്ചോറിൻ്റെ ഒരു സെറ്റ് ചെയ്ത് കാണിക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ദിവസമായിട്ടുള്ള മീൻ കറിയാണ്. ഞാൻ ചൂടാക്കി വെച്ചേക്ക് വേണം. എന്നാൽ അടിപൊളി സാധനമാണ്. ചട്ടിക്കകത്ത് ഞാൻ ചോറിട്ട് ചില ഇളക്കി കഴിക്കാൻ പോകും. ചോറിട്ടു. ഹലോ, ഇതൊക്കെ കാണാൻ വേണ്ടി എന്റെ ആരാധക വൃന്ദങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ചോറുണ്ട്, അത്രയും ചോറ് കഴിക്കും. കറി എടുത്തിട്ട് വരണ്ടേ? എനിക്കറിയത്തില്ല. മലയാളത്തിൽ പീച്ചിങ്ങ. പീച്ചിങ്ങയും പരിപ്പും തക്കാളിയും കിട്ടണം. അത് കുറച്ച് അങ്ങ് ഒഴിക്കുക. ഓക്കെ, കുറച്ച് മതി. നല്ല അടിപൊളി ഇതോ, നല്ല സൂപ്പർ കിളിമീന്റെ തല ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് തൽക്കാലത്തേക്ക്. ഇത് പിന്നതേ ഇതാരും മോഷ്ടിച്ചേക്കുന്നത്? ഓ, അത് ശരി. ക്യാമറ തിരിച്ചു കാണിക്കണേ. ആ മീനിന്റെ മുഖം നാട്ടിൽ നിന്ന് വന്ന അച്ചാറ്, ആന്ധ്ര അച്ചാറ്, മാങ്ങ. ഓക്കെ, ഭയങ്കര ഉപ്പാണ്. പ്രത്യേകത അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എങ്ങനെ അമ്മയെ നല്ല ചൂട് ചോറാവട്ടോ. ഇച്ചിരി അച്ചാറിട്ടോ അങ്ങോട്ടും കുഴച്ച്, ഇച്ചിരി മീനും ഇട്ട് കഴിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. ചട്ടിക്കകത്ത് കഴിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ എത്ര പ്ലേറ്റിനകത്ത് കഴിച്ചാലും ചട്ടിക്കകത്ത് കഴിക്കുന്നത്. അപ്പൊ എത്ര ഉള്ള വീഡിയോ കേട്ടോ, ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ. നിങ്ങൾ ചട്ടിക്കകത്തൊന്ന് കഴിച്ചു നോക്കണം. ചട്ടിയുള്ളവർ ഇതുപോലെ തലേദിവസത്തെ മീൻചാറും കുറെ അച്ചാറും ഉള്ള വീട്ടിലുള്ള കറികളൊക്കെ ഇട്ടെന്ന് ഇളക്കുക, കഴിക്കുക. ഓക്കെ, എന്നിട്ട് അഭിപ്രായം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.